Hello everyone. ഇന്ന് നമ്മൾ സെക്ഷൻ 4.3 ദ ഡെഫിനിഷൻ ഓഫ് ദി ഇൻ്റഗ്രൽ ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ദ ഇൻ്റഗ്രൽ ഓഫ് എ ഫംഗ്ഷൻ ഈസ് എ സൈൻഡ് ഏരിയ. ഒരു ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് അതെന്താണ്? സൈൻഡ് ഏരിയ ആണ്. ഇനി എന്താണ് സൈൻഡ് ഏരിയ എന്ന് നോക്കാം. ഓക്കെ, സൈൻഡ് ഏരിയ. The signed area of a region is the area of the portion above the x-axis minus the area of the portion below the x-axis. അപ്പോൾ സൈൻഡ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ഓഫ് ദി പോർഷൻ എബോവ് ദി എക്സ് ആക്സിസ്, അതായത് എക്സ് ആക്സിസിന് മുകളിലുള്ള ഏരിയ കാണാം, മൈനസ് ദി ഏരിയ ഓഫ് ദി പോർഷൻ ബിലോ ദ എക്സ് ആക്സിസ്, എക്സ് ആക്സിസിന് താഴെയുള്ള ഏരിയയും കാണാം, എന്നിട്ട് അത് മൈനസ് ചെയ്യാം. അതായത് ഈ ഫിഗർ നോക്കുക. ഈ ഫിഗറിൽ ഏരിയ എബോവ് ദ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് 3 ഏരിയ വരുന്നുണ്ട്. ഈ ഒരു ഏരിയ, ഇവിടെ ഒരു ചെറിയൊരു ഏരിയ, പിന്നെ ഈ ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ അത് 3 കൂടി ആഡ് ചെയ്യാം. പിന്നെ ഏരിയ ബിലോ ദ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് താഴെ 2 വരുന്നുണ്ട്. അപ്പോൾ ഇത് 2 ആഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? മേലുള്ള ഏരിയയിൽ നിന്ന് താഴെയുള്ള ഏരിയ മൈനസ് ചെയ്യുക. അതാണ് നമുക്ക് സൈൻഡ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, for the region between the x-axis and the graph of the step function g, this signed area is summation I equal to 1 to n ki delta xi. അതായത് ഫോർ ദ റീജിയൻ ബിറ്റ്വീൻ ദ എക്സ് ആക്സിസ് ആൻഡ് ദ ഗ്രാഫ് ഓഫ് ദ സ്റ്റെപ്പ് ഫംഗ്ഷൻ, അതായത് ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഗ്രാഫും എക്സ് ആക്സിസും തമ്മിലുള്ള റീജിയൻ എന്ന് പറയുന്നത് എന്താണ്? അതാണ് അവിടുത്തെ സൈൻഡ് ഏരിയ എന്ന് പറയുന്നത്. ദ സൈൻഡ് ഏരിയ ഈ സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n ki ഡെൽറ്റ എക്സ് ഐ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞായിരുന്നു അല്ലേ? ഏരിയ എന്ന് പറയുന്നത് എന്താണ്? സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n ki ഡെൽറ്റ എക്സ് ഐ ആണ്. അത് തന്നെയാണ് എന്ത് വരിക? സൈൻഡ് ഏരിയ വരിക. ഓക്കെ, സൈൻഡ് ഏരിയ എന്ന് പറയുന്നതും ഏരിയ ബിറ്റ്വീൻ ദി എക്സ് ആക്സിസ് ആൻഡ് ദി ഗ്രാഫ് ഓഫ് ദ സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നതും സെയിം ആണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. ഡ്രോ എ ഗ്രാഫ് ഓഫ് ദ സ്റ്റെപ്പ് ഫംഗ്ഷൻ ജി ഓൺ ക്ലോസ്ഡ് 0, 1 ഡിഫൈൻഡ് ബൈ ജി ഓഫ് എക്സ് ഈക്വൽ ടു -2 ഇഫ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 1/3, 3 if 1/3 less than or equal to x less than or equal to 3/4, 1 if 3/4 less than x less than or equal to 1. ഇതൊരു സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണ് അല്ലേ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സൈൻഡ് ഏരിയ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? ഏരിയ തന്നെ ആയിരിക്കും. ഏരിയ അണ്ടർ ദി കർവ് തന്നെ ആയിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറഞ്ഞിട്ട് കമ്പ്യൂട്ട് ദി സൈൻഡ് ഏരിയ ഓഫ് ദ റീജിയൻ ബിറ്റ്വീൻ ഇറ്റ്സ് ഗ്രാഫ് ആൻഡ് ദി എക്സ് ആക്സിസ്. ആ ഗ്രാഫും എക്സ് ആക്സിസും തമ്മിലുള്ള സൈൻഡ് ഏരിയ ആണ് കാണാൻ പറഞ്ഞത്. ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. 2019 ചോദിച്ച ക്വസ്റ്റ്യനാന്ന് പറഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലല്ല, കുറച്ച് ദിവസം മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ സെയിം തന്നെയാണ് ഇവിടെയും വരിക. കാരണം സ്റ്റെപ്പ് ഫംഗ്ഷൻ ആയതുകൊണ്ട് സൈൻഡ് ഏരിയ എന്ന് പറയുന്നതും ഏരിയ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ ഗ്രാഫ് വരയ്ക്കാൻ നിങ്ങൾക്കറിയാം. 0 to 1/3 -2 ആണ്, പക്ഷേ 1/3 ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ -2 നമ്മൾ വരച്ചു. 1/3 ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ 1/3 അവിടെ നമ്മൾ ഹോൾ ഇട്ടു. പിന്നെ 1/3 to 3/4 3 ആണ് ഫംഗ്ഷൻ്റെ വാല്യൂ. 1/3 3/4 ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ 1/3 to 3/4 3 വരച്ചു. ആൻഡ് 3/4 to 1 1 ആണ്. 3/4 ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ 3/4 അവിടെ ഹോൾ ഇട്ടു. ബാക്കി 1 വരച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. അതാണ് ഞാൻ കുറച്ച് സ്പീഡായിട്ട് പോകുന്നത് കേട്ടോ. എൻ്റെ ഇവിടെ ഇനി എന്താണ് കാണേണ്ടത്? ഏരിയ കാണണം. അപ്പോൾ ഇവിടെ 3 ഇൻറ്റർവൽസ് ഉണ്ട്. 0 to 1/3, 1/3 to 3/4, 3/4 to 1. അപ്പോൾ ഇവിടെ ഡെൽറ്റ x1 എന്ന് പറയുന്നത് എന്താ? 1/3 -0 വരും അല്ലേ? അതായത് ഫസ്റ്റ് ഇൻ്റർവലിൻ്റെ ലെങ്ത്താണ് ഡെൽറ്റ x1, അപ്പോൾ 1/3 വരും. രണ്ടാമത്തെ ഇൻ്റർവലിൻ്റെ ലെങ്ത്താണ് ഡെൽറ്റ x2, അതായത് 3/4 - 1/3 വരും, ദാറ്റ് ഈസ് 5/12. ഡെൽറ്റ x3 എന്ന് പറയുന്നത് 1 - 3/4 വരും, ദാറ്റ് ഈസ് 1/4. ആൻഡ് k1 എന്ന് പറയുന്നത് ഫസ്റ്റത്തെ ഇൻ്റർവലിൻ്റെ വാല്യൂ ആണ്, അപ്പോൾ -2 വരും. k2 എന്ന് പറയുന്നത് 3 ആണ്. ആൻഡ് k3 എന്ന് പറയുന്നത് 1 ആണ്. സോ സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to 3 ki ഡെൽറ്റ എക്സ് ഐ. അതാണ് എന്ത്? സൈൻഡ് ഏരിയ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഏരിയ എന്ന് പറയുന്നത് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to 3 ki ഡെൽറ്റ എക്സ് ഐ ആണ്. അപ്പോൾ അതായത് ഇതെന്ത് വരും? ദിസ് ഈസ് ഈക്വൽ ടു k1 ഡെൽറ്റ x1 പ്ലസ് k2 ഡെൽറ്റ x2 പ്ലസ് k3 ഡെൽറ്റ x3 എന്ന് വരും. അപ്പോൾ എല്ലാം നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് വാല്യൂ 5/6 എന്ന് കിട്ടും. ഓക്കെ, ഓൾറെഡി നമ്മളിത് ചെയ്തതാണ് കേട്ടോ. അടുത്തതൊരു ഡെഫിനിഷനാണ്. ലെറ്റ് എഫ് ബി എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ക്ലോസ്ഡ് എ ബി. വി സേ ദാറ്റ് എഫ് ഹാസ് എൻ ഇൻറ്റഗ്രൽ ഓർ that f is integrable if upper and lower sum for f can be found which are arbitrarily close together.
ഓക്കെ, അപ്പോൾ എഫ് ഒരു ഫംഗ്ഷനാണ് ഡിഫൈൻഡ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. വി സേ ദാറ്റ് എഫ് ആസ് ആൻ ഇൻ്റഗ്രൽ, എഫിന് ഒരു ഇൻ്റഗ്രൽ ഉണ്ട് എന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ എഫ് ഈസ് ഇൻ്റഗ്രബിൾ, എഫ് ഇൻ്റഗ്രബിൾ ആണ് പറയണമെങ്കിൽ എന്താ കണ്ടീഷൻ പറയുന്നത്? ഇഫ് അപ്പർ ആൻഡ് ലോവർ സം ഫോർ എഫ് ക്യാൻ ബി ഫൗണ്ട് വിച്ച് ആർ ആർബിട്രറിലി ക്ലോസ് ടുഗദർ. അതായത് അപ്പർ സമ്മും ലോവർ സമ്മും നമ്മൾ കണ്ടുപിടിക്കും, അതെന്തായിരിക്കും? ആർബിട്രറിലി ക്ലോസ് ടുഗദർ ആയിരിക്കും. അതായത് രണ്ടും അടുത്തടുത്ത് വരും. ദാറ്റ് ഈസ് ആർബിട്രറി ക്ലോസ് ടുഗദർ എന്ന് പറഞ്ഞാൽ ആസ് എൻ ഗോസ് ടു ഇൻഫിനിറ്റി, എൻ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ അപ്പർ സമ്മും ലോവർ സമ്മും സെയിം ആയിരിക്കും, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ദ നമ്പർ ഐ സച്ച് ദാറ്റ് എൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു. അതായത് എൽ എന്ന് പറയുന്നത് നമ്മുടെ ലോവർ സമ്മാണ്, യു എന്ന് പറയുന്നത് അപ്പർ സമ്മാണ്. ഫോർ ഓൾ ലോവർ സം എൽ ആൻഡ് അപ്പർ സം യു ഈസ് കോൾഡ് ദി ഇൻ്റഗ്രൽ ഓഫ് എഫ്. അതായത് ഐനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻ്റഗ്രൽ ഓഫ് എഫ് എന്ന് പറയുന്നത്. അതായത് ലോവർ സമ്മിൻ്റെയും അപ്പർ സമ്മിൻ്റെയും ഇടയിലായിരിക്കും സമ്മ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ലോവർ സമ്മിൻ്റെയും അപ്പർ സമ്മിൻ്റെയും ഇടയിലായിരിക്കും. ആ ഒരു ഐനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻ്റഗ്രൽ ഓഫ് എഫ് എന്ന് പറയുന്നത്. അതായത് അപ്പർ സമ്മും ലോവർ സമ്മും ആർബിട്രറിലി ക്ലോസ് ആയിട്ട് വരുമ്പം കിട്ടുന്ന വാല്യൂ, ആർബിട്രറി ക്ലോസ് ആവുക എന്ന് പറഞ്ഞാൽ ആസ് എൻ ഗോസ് ടു ഇൻഫിനിറ്റി അപ്പർ സമ്മും ലോവർ സമ്മും സെയിം ആയിരിക്കും. ആ വാല്യൂവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻ്റഗ്രൽ ഓഫ് എഫ് എന്ന് വിളിക്കുന്നത്. ജസ്റ്റ് ഡിനോട്ടഡ് ബൈ ഇൻ്റഗ്രൽ ഫ്രം എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. വി കോൾ ദിസ്, ഈ സൈനിനെ നമ്മൾ ഇൻ്റഗ്രലിൻ്റെ ഈ ഒരു സൈനിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഇതിനെ നമ്മൾ ഇൻ്റഗ്രൽ സൈൻ എന്നാണ് വിളിക്കുന്നത്. ആൻഡ് എനെയും ബിനെയും എൻ പോയിൻറ്റ്സ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് വിളിക്കും. ആൻഡ് എഫിനെ നമ്മൾ വിളിക്കുന്നത് ഇൻ്റഗ്രൻറ്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ സൈനിനെ വിളിക്കുന്നത് ഇൻ്റഗ്രൽ സൈൻ, എനെയും ബിനെയും ഒന്നുകിൽ എൻ പോയിൻറ്റ്സ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് വിളിക്കാം. ആൻഡ് എഫിനെ വിളിക്കുന്നത് ഇൻ്റഗ്രൻറ്റ്. ഓക്കെ, അപ്പോൾ നോക്കുക, ദ ഇൻ്റഗ്രൽ എന്താണെന്നൊന്നുകൂടി നോക്കുക. ഗിവൺ എ ഫംഗ്ഷൻ എഫ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി, ദ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഇഫ് ഇറ്റ് എക്സിസ്റ്റ്, ഇൻ്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ നമ്പർ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ആ നമ്പർ ആയിരിക്കും ഇൻ്റഗ്രൽ ഓഫ് എഫ് എന്ന് പറയുന്നത്, വിച്ച് സെപ്പറേറ്റ്സ് ദി അപ്പർ ആൻഡ് ലോവർ സം. Okay, this number is the signed area of the region between the graph of f and x-axis. ഈ നമ്പർ എന്ന് പറയുന്നത് എന്തുതന്നെയാണ്? is the signed area of the region between f and the x-axis. അതായത് ആ ഒരു സൈൻഡ് ഏരിയ, അതായത് എഫും എക്സ് ആക്സിസും തമ്മിലുള്ള ആ സൈൻഡ് ഏരിയ എന്ന് പറയുന്നത് തന്നെയാണ് എന്തെന്ന് പറയുന്നത്? ഇൻ്റഗ്രൽ ഫ്രം എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നോട്ടേഷൻ നോക്കുക. ദി നോട്ടേഷൻ ഫോർ ദ ഇൻ്റഗ്രൽ ഈസ് ഡിറൈവ് ഫ്രം ദ നോട്ടേഷൻ ഫോർ സംസ്. ദ ഗ്രീക്ക് ലെറ്റർ സിഗ്മ ഹാസ് ടേൺഡ് the Greek letter sigma has turned into an elongated s. അതായത് എസ് എലോങ്ങേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും അല്ലേ. അതായിട്ടാണ് നമ്മൾ എന്തെടുക്കുന്നത്? ഈ സമ്മ്, ഈ സിഗ്മ എന്ന് പറയുന്നത് എന്തായിട്ടാണ് മാറിയിട്ടുള്ളത്? ഈ എസ് എലോങ്ങേറ്റ് ചെയ്ത ഫോമിലാണ് മാറിയിട്ടുള്ളത്. ഓക്കെ, and ki and lj have turned into function f of x. അതായത് നമ്മൾ ലോവർ സമ്മ് ഡിഫൈൻ ചെയ്തത് സമ്മേഷൻ ki ഡെൽറ്റ എക്സ് ഐ എന്നായിരുന്നു. അതേപോലെ അപ്പർ സമ്മ് ഡിനോട്ട് ചെയ്തത് സമ്മേഷൻ എൽ ഐ ഡെൽറ്റ എക്സ് ഐ എന്നായിരുന്നു. നമ്മൾ പറഞ്ഞു ഇത് രണ്ടും ക്ലോസ് ആവുമ്പോഴാണ് നമ്മുടെ ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഫ്രം എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കെ ഐയും എൽ ഐയും എന്തായിട്ട് മാറി? എഫ് ഓഫ് എക്സ് എന്നായിട്ട് മാറി. ഓക്കെ, and delta xi becomes dx. delta xi എന്തായിട്ട് മാറി? dx ആയിട്ട് മാറി. ഓക്കെ, ആൻഡ് ദ ലിമിറ്റ് ഓഫ് ദി സമ്മേഷൻ എന്ന് പറയുന്നത് ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ആയിട്ട് മാറി. ഓക്കെ, അതായത് ഐ ഗോസ് ഫ്രം 1 to n എന്നുള്ളത് എന്തായിട്ട് മാറി? ഇൻ്റഗ്രൽ ഫ്രം എ ടു ബി എന്നായിട്ട് മാറി. അപ്പോൾ നമ്മുടെ സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n കെ ഐ ഡെൽറ്റ എക്സ് ഐ എന്നുള്ളത് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആയിട്ട് മാറി. Okay, just as with the antiderivatives x in dx indicate x is the variable of integration. അതായത് ഡി എക്സിലെ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റഗ്രേഷൻ്റെ വേരിയബിൾ ഓഫ് ഇൻ്റഗ്രേഷൻ ആണ്. ഓക്കെ, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. കമ്പ്യൂട്ട് ഈ ക്വസ്റ്റ്യൻ നമ്പർ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ. അത് ഞാൻ ടെക്സ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്തപ്പം വരുന്ന നമ്പറാണ്, അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ട് ഇൻ്റഗ്രൽ -2 to 3 എഫ് ഓഫ് എക്സ് ഡി എക്സ് ഫോർ ദി ഫംഗ്ഷൻ എഫ് സ്കെച്ച്ഡ് ഇൻ ഫിഗർ. ഹൗ ഈസ് ദി ഇൻ്റഗ്രൽ റിലേറ്റഡ് ടു ദി ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് റീജിയൻ ഇൻ ദ ഫിഗർ.
ഓക്കെ, ആദ്യം നമുക്ക് ഇൻ്റഗ്രൽ -2 to 3 f(x) dx കമ്പ്യൂട്ട് ചെയ്യണം. അപ്പോൾ ആൻഡ് ഈ ഏരിയ എന്താണെന്നുള്ളതും കൂടി കാണണം അല്ലേ, അതായത് ഇൻ്റഗ്രലും ഏരിയയും തമ്മിൽ എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതും കൂടി കാണണം. അപ്പോൾ ഇവിടെ ഗ്രാഫ് തന്നിട്ടുള്ളത് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആയിട്ടാണ്. അപ്പോൾ -2 to -1 ഇവിടെ f(x) നമുക്ക് ഡിഫൈൻ ചെയ്യാം. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? -2 to -1 ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആണ്. 1 -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1. ആൻഡ് രണ്ടാമത്തെ ഫംഗ്ഷൻ വന്നിട്ടുള്ളത് ഇവിടെയാണ്, അതായത് -1 ആണ് ഫംഗ്ഷൻ്റെ വാല്യൂ. ഫ്രം എക്സ് വേരീസ് ഫ്രം -1 to 1. അതിൽ -1 ഇൻക്ലൂഡഡ് അല്ല അല്ലേ, 1 ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം? -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് എഴുതാം. ആൻഡ് മൂന്നാമത്തത് എന്ന് പറയുന്നത് 1 to 3 ഫംഗ്ഷൻ്റെ വാല്യൂ 2 ആണ്. അപ്പോൾ 1 ഇൻക്ലൂഡഡ് അല്ല, 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. അപ്പോൾ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ, സ്റ്റെപ്പ് ഫംഗ്ഷൻ തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇൻ്റഗ്രൽ -2 to 3 f(x) dx കണ്ടുപിടിക്കണം. അപ്പോൾ ദ ഇൻ്റഗ്രൽ -2 to 3 f(x) dx ഈസ് ദി സൈൻഡ് ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് റീജിയൻ. നമ്മൾ പറഞ്ഞു ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് സൈൻഡ് ഏരിയ ആണ്. അപ്പോൾ ഈ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ -2 to 3 f(x) dx കാണാൻ നമുക്ക് എന്ത് കണ്ടാൽ മതി? ഈ സൈൻഡ് ഏരിയ കണ്ടാൽ മതി അല്ലേ. അപ്പോൾ ഇതെന്താ വരിക? ഇൻ്റഗ്രൽ -2 to 3 f(x) dx എന്ന് പറയുന്നത് എന്താണ്? സമ്മേഷൻ i ഈക്വൽ ടു 1 to ഇവിടെ 1 to 3 ആണ് അല്ലേ, 3 സ്റ്റെപ്പ് ഫംഗ്ഷനാണ്, മൂന്നെണ്ണമാണ് നമുക്ക് 3 ഡിവിഷനാണ് തന്നിട്ടുള്ളത്. സമ്മേഷൻ i ഈക്വൽ ടു 1 to 3, സമ്മേഷൻ i ഈക്വൽ ടു 1 to 3 എന്താ ഉണ്ടാവുക? ki ഡെൽറ്റ xi, ദാറ്റ് ഈസ് ki ഇൻറ്റു ഡെൽറ്റ xi എന്ന് വരും. അപ്പോൾ ഇവിടെ k1 ആണ് 1, ഡെൽറ്റ xi ഓരോന്നിൻ്റെയും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് വരും? k1 ദിസ് ഇസ് ഈക്വൽ ടു k1 പ്ലസ് equal to k1 delta x1 plus k2 delta x2 plus k3 delta x3 എന്ന് വരും. അപ്പോൾ k1 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ് അല്ലേ. അപ്പോൾ 1 ഇൻറ്റു ഡെൽറ്റ x1 എന്ന് പറയുന്നത് 1 -2 മുതൽ -1 വരെ ഉള്ളതിൻ്റെ ഡിസ്റ്റൻസ് വരും. അപ്പോൾ -1 -2 വരും. -1 -2 എന്ന് പറയുമ്പോൾ 1 വരും. അപ്പോൾ 1 ഇൻറ്റു 1 വരും. രണ്ടാമത്തത് -1 ഇൻറ്റു പ്ലസ് k2 എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ -1 ഇൻറ്റു ഇവിടെ -1 മുതൽ 1 വരെയുള്ള ഡിസ്റ്റൻസ്, അതായത് 1 -1 വരും. 1 -1 എന്ന് പറയുമ്പോൾ 2 വരും. അപ്പോൾ 2 വരും. -1 ഇൻറ്റു 2 വരും. പ്ലസ് k3 ഡെൽറ്റ x3 എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 2 ഇൻറ്റു ഡെൽറ്റ x3 എന്ന് പറയുന്നത് 3 -1 2 വരും. ഓക്കെ, അപ്പോൾ ഇത് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് വരും? 1 -2 പ്ലസ് 4 വരും. 1 ഇൻറ്റു 1 1, -1 ഇൻറ്റു 2 -2, 2 ഇൻറ്റു 2 4 വരും. ഇത് ആഡ് ചെയ്താൽ നമുക്ക് 3 കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ സൈൻഡ് ഏരിയ എന്ന് പറയുന്നത് 3 ആണ്. അതുതന്നെയാണ് നമ്മുടെ ഇൻ്റഗ്രൽ -2 to 3 f(x) dx വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് കണ്ടത് മനസ്സിലായിട്ടില്ലേ? അതായത് -1ഉം -2ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1 ആണ് വരുന്നത്. -1 to 1 എന്ന് പറയുന്നത് ഇത്രയും വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതെന്ത് വരുന്നുണ്ട്? 2 വരുന്നുണ്ട്. അതായത് 1 -1 ആണ്. 1 -1 എന്ന് പറയുമ്പോൾ 2 വരും. അതാണ് ഇവിടെ ഡിസ്റ്റൻസ് വരുന്നത്. ഇവിടെ 3 -1 ആണ്. 3 -1 എന്ന് പറയുമ്പോൾ 2 വരും. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ കിട്ടുന്നത് 3 ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദി സൈൻഡ് ഏരിയ ഓഫ് ദ റീജിയൻ ഇൻ ഫിഗർ ആസ് എൻ ഇൻറ്റഗ്രൽ. ഈ ഏരിയൻ്റെ ഈ ഒരു ഫിഗറിലുള്ള ഇതിൻ്റെ ഏരിയ, സൈൻഡ് ഏരിയ നമുക്ക് ഇൻറ്റഗ്രലിൻ്റെ ഫോമിൽ എഴുതണം. നമ്മൾ പറഞ്ഞു റീജിയൻ എന്താണ്? സൈൻഡ് ഏരിയ എന്ന് പറയുന്നത് തന്നെയാണ് ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് അല്ലേ. ദ റീജിയൻ ഈസ് ദാറ്റ് ബിറ്റ്വീൻ ദ ഗ്രാഫ് ഓഫ് y ഈക്വൽ ടു എക്സ് ക്യൂബ് ആൻഡ് ദ എക്സ് ആക്സിസ് ഫ്രം എക്സ് ഈക്വൽ ടു -2 ടു എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? സൈൻഡ് ഏരിയ തന്നെയാണ്. അതെന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ -1/2 to 1 എക്സ് ക്യൂബ് dx ആണ്. കാരണം ഇവിടെ f(x) എന്ന് പറയുന്നത് എന്താണ്? എക്സ് ക്യൂബ് ആണ് അല്ലേ. എവിടെ മുതൽ എവിടെ വരെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്? -1/2 to 1 വരെയാണ്. അപ്പോൾ ഇത് ശരിക്കും വരിക സമ്മേഷൻ i ഈക്വൽ ടു -1/2 to 0 വരെ വരും. പിന്നെ 0 to 1 വരെ വരും. സോ ഇവിടെ നമുക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഒറ്റ ഫംഗ്ഷനാണ് തന്നിട്ടുള്ളത്. y എന്ന് പറയുന്നത് f(x) ആണ് തന്നിട്ടുള്ളത്. f(x) എന്ന് പറയുന്നത് എന്താണ്? എക്സ് ക്യൂബാണ്. അപ്പോൾ ഇവിടെ സൈൻഡ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ വരും. ഇവിടെ മുതൽ ഇവിടെ വരെയും അതേപോലെ ഇവിടെ മുതൽ ഇവിടെ വരെയും. അതായത് -1/2 to 1 ആണ് നമുക്ക് തന്നിട്ടുള്ള റീജിയൻ എന്ന് പറയുന്നത്. അപ്പം -1/2 to 1 എക്സ് ക്യൂബ്, ഇവിടെ f(x) എന്ന് പറയുന്നത് എക്സ് ക്യൂബാണ്. അപ്പോൾ -1/2 to 1 എക്സ് ക്യൂബ് dx വരും. ഓക്കെ, ക്ലിയർ അല്ലേ?
ജസ്റ്റ് ഇവിടെ ഈ സൈൻഡ് ഏരിയനെ ഇൻ്റഗ്രലിൻ്റെ ഫോമിൽ എഴുതാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻ്റഗ്രലിൻ്റെ ഫോമിലേക്ക് മാറ്റി എഴുതാം. സൈൻഡ് ഏരിയ എന്ന് പറയുന്നത് തന്നെയാണ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 1/2 to 1 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇൻ്റഗ്രൽ -1/2 to 1 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇൻ്റഗ്രൽ -1/2 to 1 x³ dx എന്ന് വരും. ഫംഗ്ഷൻ x³ ആണ്. ഓക്കെ, ഇനി അടുത്തത് ഒരു തിയറാണ്, എക്സിസ്റ്റൻസ് തിയറം എന്ന് പറയുന്നത്. ഇഫ് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ദെൻ ഇറ്റ് ഹാസ് ആൻ ഇൻ്റഗ്രൽ. എഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ ഫംഗ്ഷൻ എന്തുണ്ടാവും, ഒരു ഇൻ്റഗ്രൽ വാല്യൂ ഉണ്ടാവും എന്നാണ് പറയുന്നത്. എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആണെങ്കിൽ എഫ് ഹാസ് ആൻ ഇൻ്റഗ്രൽ. ഓക്കെ, ഇനി ഒരു നോട്ടായിട്ട് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഫ്രം എ ടു ബി എഫ് ഓഫ് ടി ഡി ടി ആണ്. വേറെ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്, വെലോസിറ്റി ആണ് കേട്ടോ. എഫ് ഓഫ് ടി എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ടി ഡി ടി ആണ്. എഫ് ഓഫ് ടി എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എ ബസ് മൂവ്സ് ഓൺ ദ ലൈൻ വിത്ത് വെലോസിറ്റി v = t² - 4t + 3 m/s. Write the formulas in terms of integral for the displacement of the bus between t = 0 and t = 3. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇൻ്റഗ്രലിൻ്റെ ഫോമുല എഴുതിയാൽ മതി. വെലോസിറ്റി എന്താണെന്ന് തന്നിട്ടുണ്ട്, t² - 4t + 3 ആണ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് കണ്ടത് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി ബസ് ബിറ്റ്വീൻ t = 0 ആൻഡ് t = 3 ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഇൻ്റഗ്രൽ ഫ്രം എ ടു ബി എഫ് ഓഫ് ടി ഡി ടി ആണ്. ഇവിടെ എ എന്ന് പറയുന്നത് 0 ആണ്, ബി എന്ന് പറയുന്നത് 3 ആണ്. സോ ഇൻ്റഗ്രൽ, അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്ത് വരും, ഇൻ്റഗ്രൽ 0 to 3 v of t dt. v of t എന്ന് പറയുന്നത് എന്താണ്, t² - 4t + 3 dt വരും. സോ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 to 3 t² - 4t + 3 dt വരും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ദ ആക്ച്വൽ ഡിസ്റ്റൻസ് ഓഫ് ദി ബസ് ട്രാവൽ ബിറ്റ്വീൻ t = 0 ആൻഡ് t = 3. t = 0 മുതൽ t = 3 വരെ ബസ് എത്രത്തോളം ട്രാവൽ ചെയ്തിട്ടുണ്ട്, ആക്ച്വൽ ഡിസ്റ്റൻസ് ആണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ വെലോസിറ്റി തന്നിട്ടുള്ളത് t² - 4t + 3 ആണ്. ഇതിന് നമുക്ക് t - 1 × t - 3 എന്ന് എഴുതാം അല്ലേ. അതായത് മൾട്ടിപ്ലൈ ചെയ്താൽ 3യും ആഡ് ചെയ്താൽ -4ഉം കിട്ടുന്ന രണ്ട് ടേംസ് -1ഉം -3ഉം ആണല്ലേ. അപ്പോൾ നമുക്ക് t - 1 × t - 3 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ t² - 4t + 3നെ t - 1 × t - 3 എന്ന് എഴുതാം. ഇവിടെ നമുക്ക് 0 മുതൽ 3 വരെയാണ് നമ്മുടെ ഇൻ്റർവെൽ, 0 to 3 വരെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് t - 1ഉം t - 3ഉം ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ഫംഗ്ഷൻ്റെ പോസിറ്റീവ് എവിടെയാണ് നെഗറ്റീവ് എവിടെയാണ് വരുന്നത് നോക്കാം. അതായത് t - 3 എന്ന് പറയുന്നത് എവിടെ, അതിൻ്റെ 0 to 3ൽ, അതേപോലെ t - 3 എന്ന് പറയുന്നത് 0 to 3ൽ എങ്ങനെ അതിൻ്റെ സൈന് വരും എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ 0 to 1ൽ t - 1ൻ്റെ സൈൻ എന്താ വരിക, ഇവിടെ നമുക്ക് സൈൻ ഓഫ് t - 1ൻ്റെ സൈനും t - 3ൻ്റെ സൈനും നോക്കാം. അപ്പോൾ t - 1ൻ്റെ സൈൻ ആദ്യം നോക്കാം. t - 1ൻ്റെ സൈന് 0 to 1ൽ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും അല്ലേ. അതേപോലെ 1 to 3ൽ എന്തായിരിക്കും, t - 1ൻ്റെ സൈന് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി t - 3ൻ്റെ സൈന് 0 to 1ൽ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഏതെങ്കിലും ഒരു വാല്യൂസ് കൊടുത്തു നോക്കിയാൽ മതി. ഇനി 1 to 3ലും എന്ത് തന്നെയായിരിക്കും, നെഗറ്റീവ് തന്നെ ആയിരിക്കും. അപ്പോൾ t - 1 × t - 3ൻ്റെ സൈന്, രണ്ടിൻ്റെയും കൂടി സൈൻ എന്താ വരിക, t - 1 × പ്രോഡക്റ്റിൻ്റെ സൈൻ അല്ലേ. t - 3ൻ്റെ സൈന് ഇവിടെ മൈനസ് ഇൻറ്റു മൈനസ്, ഇവിടെ പ്ലസ് വരും, ഇവിടെ പ്ലസ് ഇൻറ്റു മൈനസ് നെഗറ്റീവ് വരും. അപ്പോൾ 0 to 1ൽ t - 1 × t - 3ൻ്റെ സൈന് പോസിറ്റീവും, 1 to 3ൽ t - 1 × t - 3ൻ്റെ സൈന് നെഗറ്റീവും ആണ്. അപ്പോൾ നമ്മുടെ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, 0 to 1 മുതൽ ആദ്യം ചെയ്യണം, പിന്നെ 1 to 3 ചെയ്യണം. കാരണം ഒരു സൈഡിൽ 0 to 1ൽ പോസിറ്റീവും ആണ്, 1 to 3ൽ നെഗറ്റീവും ആണ്. അപ്പോൾ നമ്മുടെ 0 to 3 എന്നുള്ളത് സ്പ്ലിറ്റ് ചെയ്തിട്ട് 0 to 1ഉം 1 to 3 ആയിട്ട് മാറണം. അതായത് 0 to 1ൽ പോസിറ്റീവാണ് ആൻഡ് 1 to 3ൽ നെഗറ്റീവും ആണ്, അത് കൊടുക്കണം. So we note that v can be factored as t - 1 t - 3. So it is positive on open 0 1 0 1ൽ പോസിറ്റീവ് ആണ് ആൻഡ് നെഗറ്റീവ് ഓൺ 1 to 3. So the total distance travelled എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 to 1 t² - 4t + 3 dt മൈനസ് 1 to 3 t² - 4t + 3 ആയിരിക്കും. കാരണം 0 to 1ൽ പോസിറ്റീവ് ആണ്, അപ്പോൾ ഫസ്റ്റത്തെ ടേം പോസിറ്റീവ് ആയിരിക്കും. 1 to 3ൽ നെഗറ്റീവ് ആണ്, അപ്പോൾ അവിടെ എന്ത് വരും, നെഗറ്റീവ് വരും. ഓക്കെ, ക്ലിയർ അല്ലേ.
അപ്പോൾ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഫ്രം എ ടു ടി എഫ് ഓഫ് ടി ഡി ടി ആണ്. വേറെ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് വെലോസിറ്റി ആണ് കേട്ടോ, അത് ഓർത്ത് വെക്കുക. അടുത്തത് ഡ്രോ എ ഗ്രാഫ് ഓഫ് ദി ഗിവൺ സ്റ്റെപ്പ് ഫംഗ്ഷൻ ആൻഡ് കമ്പ്യൂട്ട് ദി സൈൻഡ് ഏരിയ ഓഫ് ദി റീജിയൻ ബിറ്റ്വീൻ ദ ഗ്രാഫ് ആൻഡ് ദി എക്സ് ആക്സിസ്. അത് നമുക്ക് ഗ്രാഫ് വരയ്ക്കണം ആൻഡ് സൈൻഡ് ഏരിയയും കാണണം. അപ്പോൾ ഗ്രാഫ് ജി ഓഫ് എക്സ് തന്നിട്ടുള്ളത് 1 if 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്, -3 if 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2 ആണ്. അപ്പോൾ ആദ്യം ഗ്രാഫ് വരയ്ക്കുക. ഗ്രാഫ് വരച്ചു. അപ്പോൾ അവിടെ 0യും 1ഉം 2 ആണുള്ളത്. 0 1 2. അപ്പോൾ നോക്കുക 0 to ഇവിടെ വൈൻ്റെ വാല്യൂസ് എന്താണ് വരുന്നത്, 1ഉം -3ഉം ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ 1, ഇവിടെ -1 -2 -3. ഓക്കെ, അപ്പോൾ 0 മുതൽ 1 വരെ ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ 0യും 1ഉം ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇവിടെ എന്താണ് വരിക, ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആണ് വരിക. ഓക്കെ, 0യും 1ഉം ഇൻക്ലൂഡഡ് ആണ് കേട്ടോ, ഹോളൊന്നുമില്ല. ഇനി 1 to 2 വരെ, 1 to 2 അതിൽ 1 ഇൻക്ലൂഡഡ് അല്ല, 1 to 2 വരെ -3 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും, 1 to 2 വരെ -3 ആണ്. 1 to 2 വരെ -3 ആണ്. അതിൽ 1 എന്തല്ല, 1 to 2 വരെ -2 അല്ല, -3 ആണ്. -3 ആണ്, അതിൽ 1 ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, നമ്മളൊരു ഹോൾ ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാഫ് വരുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ താഴോട്ടേക്ക് ഡോട്ടഡ് ലൈൻസ് ഇട്ടിട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാഫ് വരുന്നത്. ഇനി നമുക്ക് സൈൻഡ് ഏരിയ കാണണം. സൈൻഡ് ഏരിയ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും, ഈ ഒരു ഏരിയ വരും അല്ലേ, ഈ ഒരു ഏരിയയും അതേപോലെ ഈ ഒരു ഏരിയയും വരും. അപ്പോൾ അതെങ്ങനെയാണ് വരിക, നമ്മൾ സൈൻഡ് ഏരിയ എന്തായിരുന്നു ഇക്വേഷൻ, സമ്മേഷൻ i ഈക്വൽ ടു സൈൻഡ് ഏരിയ എന്ന് പറയുന്നത് സൈൻഡ് ഏരിയ ഈക്വൽ ടു സമ്മേഷൻ i ഈക്വൽ ടു 1 to 2 ആണ്. n 2 ആണ് ഇവിടെ. സമ്മേഷൻ i ഈക്വൽ ടു 1 to 2 ki ഡെൽറ്റ എക്സ് ഐ അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും, k1 ഡെൽറ്റ x1 പ്ലസ് k2 ഡെൽറ്റ x2 എന്ന് വരും. ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് ബാക്കി. ദിസ് ഈസ് ഈക്വൽ ടു എന്താണ് വരിക, k1 എന്ന് പറയുന്നത് 1 ആണ് അല്ലേ. സോ 1 ഇൻറ്റു ഡെൽറ്റ x1 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻറ്റർവലിൻ്റെ ലെങ്ത്ത് 1 - 0 1 വരും, പ്ലസ് k2 എന്ന് പറയുന്നത് -3 ആണ്. -3 ഇൻറ്റു ഡെൽറ്റ x2 എന്ന് പറയുന്നത് ഇതിൻ്റെ ലെങ്ത്ത് 2 - 1 1 വരും. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 1 - 3 എന്ന് പറയുന്നത് എന്താണ് വരിക, -2 ആണ് വരിക. അപ്പോൾ ഇവിടെ സൈൻഡ് ഏരിയ എന്ന് പറയുന്നത് -2 ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഓൾസോ ഫൈൻഡ് ഇൻ്റഗ്രൽ 0 to 2 g of x dx. 0 to 2 ഇൻ്റഗ്രൽ g of x dx എന്താണെന്ന് കാണണം. ഇതെന്തെന്നെയാണെന്ന് നമ്മൾ പറഞ്ഞു, ഇതന്നെയാണ് സൈൻഡ് ഏരിയ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എന്തെന്നെയായിരിക്കും, -2 തന്നെയായിരിക്കും. കാരണം ഇൻ്റഗ്രൽ 0 to 2 g of x dx എന്ന് പറയുന്നത് 0 മുതൽ 2 വരെയുള്ള ഈ ഒരു g of xൻ്റെ സൈൻഡ് ഏരിയ ആണ് വരിക. അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രൽ 0 to 2 g of x dx എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും, -2 തന്നെയായിരിക്കും. ക്ലിയർ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ലെറ്റ് എഫ് ബി എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 4 5 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 7 1 7 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. അപ്പോൾ നമുക്ക് കാണേണ്ടത് ഇൻറ്റഗ്രൽ 1 to 10 എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. ഫൈൻഡ് ഇൻറ്റഗ്രൽ 1 to 10 എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇതെന്താ നമ്മൾ പറഞ്ഞു, ദിസ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ സൈൻഡ് ഏരിയ അല്ലേ. സമ്മേഷൻ i ഈക്വൽ ടു 1 to ഇവിടെ n 3 ആണ് അല്ലേ. സോ സമ്മേഷൻ i ഈക്വൽ ടു 1 to 3 ki ഡെൽറ്റ എക്സ് ഐ ആണ്. സോ ഇതെന്ത് വരും, ദിസ് ഇസ് ഈക്വൽ ടു k1 ഡെൽറ്റ x1 പ്ലസ് k2 ഡെൽറ്റ x2 പ്ലസ് k3 ഡെൽറ്റ x3. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു k1 എന്താണ്, 2 ആണ്. 2 ഇൻറ്റു ഡെൽറ്റ x1 എന്ന് പറയുന്നത് 1ൻ്റെയും 4ൻ്റെയും ഡിസ്റ്റൻസ്, 1ൻ്റെയും 4ൻ്റെയും 4 - 1 എന്ന് പറയുമ്പോൾ 3 വരും, പ്ലസ് k2 എന്ന് പറയുന്നത് 5 ആണ്. 5 ഇൻറ്റു ഡെൽറ്റ x2 എന്ന് പറയുന്നത് 7 - 4 എന്ന് പറയുമ്പോൾ 3 വരും, പ്ലസ് k3 1 ആണ്. 1 ഇൻറ്റു 10 - 7 എന്ന് പറയുമ്പോൾ എന്താ വരിക, 3 വരും. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 3 6 പ്ലസ് 5 ഇൻറ്റു 3 15 പ്ലസ് 1 ഇൻറ്റു 3
3 വരും. ഓക്കെ, സോ ഇതെന്താ വരിക 15 + 6 എന്ന് പറയുമ്പം 21 വരും അല്ലേ. 21 + 3 എന്ന് പറയുമ്പം 21 + 3 24 വരും. സോ ഇവിടെ ഇൻ്റഗ്രൽ 1 to 10 f(x) dx എന്ന് പറയുന്നത് എന്താണ് വരിക, സമ്മേഷൻ i = സൈൻഡ് ഏരിയ തന്നെയാണ് വരിക. സമ്മേഷൻ i = 1 to 3 ki delta xi ആണ് വരിക. ദാറ്റ് വാല്യൂ ഈസ് 24 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങളോട് ഇപ്പോൾ ചോദിക്കുന്നത് ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ 4 to 10 ആണെങ്കിൽ, ഇൻ്റഗ്രൽ 4 to 10 ആണെങ്കിൽ 4 to 10 ആണെങ്കിൽ എന്തെടുത്താൽ മതി, ഈ ഒരു 2 പോർഷൻ മാത്രം എടുത്താൽ മതി കേട്ടോ. അതായത് സമ്മേഷൻ i = 1 to 2 എന്താണ് f(x) d അല്ലെ ki delta xi, അതായത് 4 to 10 ആണെങ്കിൽ ഇത്രയാണ് വരുന്നുള്ളൂ അവിടെ. അപ്പോൾ 1 to 4 നമുക്ക് കാണേണ്ട ആവശ്യമില്ല, ജസ്റ്റ് 4 to 10 ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ 5 ഇൻറ്റു ഇതിൻ്റെ ഡിസ്റ്റൻസ് പ്ലസ് 1 ഇൻറ്റു ഇതിൻ്റെ ഡിസ്റ്റൻസ് അത്രയും കണ്ടു വെച്ചാൽ മതി. ക്ലിയർ അല്ലേ? ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, അപ്പോൾ അത് നോക്കാം. Let f be a function defined by f(x) = 1, -2 less than or equal to x less than or equal to -1, -1 less than x less than or equal to 1, 2, 1 less than x less than or equal to 3. Find integral -2 to 3 f(x) dx. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻ്റഗ്രൽ -2 to 3 f(x) dx എന്ന് പറഞ്ഞാൽ എന്തുതന്നെയാണ്, സൈൻഡ് ഏരിയ തന്നെയാണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു f(x) dx. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം, സമ്മേഷൻ i = ഇവിടെ തന്നിട്ടുള്ള f(x) 3 പാർട്ടായിട്ടാണ് അല്ലേ. അപ്പോൾ സമ്മേഷൻ i = 1 to 3 f(x) dx എന്ന് വരും. സോ ദിസ് ഇസ് ഈക്വൽ ടു f(x) അല്ല ki. സമ്മേഷൻ i = 1 to 3 ki delta xi. അപ്പോൾ ഇതെന്താ വരിക, k1 delta x1 പ്ലസ് k2 delta x2 പ്ലസ് k3 delta x3. സോ ദിസ് ഇസ് ഈക്വൽ ടു k1 എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. 1 ഇൻറ്റു ഡെൽറ്റ x1 എന്ന് പറയുന്നത് -1 -2. ഓക്കെ, പ്ലസ് k2 എന്ന് പറയുന്നത് -1 ആണ്. -1 ഇൻറ്റു 1 -1 അല്ലേ. ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1 -1 പ്ലസ് k3 എന്ന് പറയുന്നത് 2 ആണ്. 2 ഇൻറ്റു 3 -1 വരും. സോ ദിസ് ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു -1 പ്ലസ് 2 ആണ് അല്ലേ. -1 പ്ലസ് 2 എന്ന് പറയുമ്പോൾ -1 -2 എന്ന് പറയുമ്പോൾ -1 പ്ലസ് 2 -1 പ്ലസ് 2 എന്ന് പറയുമ്പോൾ 1 വരും. സോ 1 ഇൻറ്റു 1 പ്ലസ് -1 ഇൻറ്റു 1 -1 എന്ന് പറയുമ്പോൾ 2 വരും. -1 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു 3 -1 എന്ന് പറയുമ്പോൾ 2 വരും. സോ ദിസ് ഇസ് ഈക്വൽ ടു, ഇവിടേക്ക് എഴുതുന്നുണ്ട്, ദിസ് ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു 1 1 -1 ഇൻറ്റു 2 -2 പ്ലസ് 2 ഇൻറ്റു 2 4. സോ -1 -2 എന്ന് പറയുമ്പോൾ -1 പ്ലസ് 4 എന്ന് പറയുമ്പോൾ 3 വരും. സോ ഇവിടുത്തെ സൈൻഡ് ഏരിയ എന്ന് പറയുന്നത് 3 ആണ്. അത് തന്നെയാണ് ഇൻ്റഗ്രൽ